എല്ലാവർക്കും ഹലോവിൻ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എന്താണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ സ്കൂളിൽ അതിൻ്റെ ഒരു സെലിബ്രേഷനാണ്. അതുതന്നെയാണ് പ്രത്യേകത. നമ്മുടെയൊക്കെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പോകാറില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ. പിള്ളേരെല്ലാവരും അതുമാതിരത്തെ ഓരോ കോസ്റ്റ്യൂംസുകളൊക്കെ ഇട്ടിട്ട് വരും. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. പക്ഷേങ്കിൽ റാസ് ആ ഡ്രസ്സൊന്നും ഇടുന്നില്ല. അവൻ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ചമ്മലുള്ള കാര്യം. കഴിഞ്ഞ വർഷവും അവൻ ചെറിയൊരു ടീഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായി, അതൊക്കെ ഇട്ടിട്ടാണ് പോയത്. പോരാത്തിന് അന്നാണല്ലോ ആദ്യത്തെ ഹലോവീൻ സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ടിട്ട് അവൻ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോയിട്ടുണ്ടായി. എങ്കിലും ഇത്തവണ അങ്ങനെയൊന്നുമില്ല, സാധാരണ വേഷത്തിൽ തന്നെയാണ് അവൻ പോണത്. പക്ഷേങ്കിൽ പാത്തു ചെറിയ രീതിയിൽ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹലോവീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ആഘോഷമുണ്ടോ. നമ്മളിവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷനെ കുറിച്ച്, ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയണത് തന്നെ. എന്തായാലും വളരെ രസമാണ് ആ ഒരു പരേഡിലൊക്കെ പോവുക, പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ റാസ് ഡേ പോയിട്ടുണ്ട്. നേരം വെളുത്ത് വന്നേ ഉള്ളൂ കേട്ടോ, 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 9 ഡിഗ്രി ആണ് ഇവിടുത്തെ തണുപ്പ്. നല്ല തണുപ്പാണ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റൂല. ബാൽക്കണിയിലൊക്കെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഈ സമയത്തൊക്കെ ഈ പിള്ളേർ സ്കൂളിൽ പോണ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഭയങ്കര ഒരു വിഷമം തോന്നും കേട്ടോ, ഈ തണുപ്പത്തൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എങ്കിൽ സ്കൂൾ ബസ്സിലൊക്കെ ഹീറ്ററൊക്കെ ഉണ്ട്, പിന്നെ സ്കൂളിൽ ചെന്നാലും കുഴപ്പമില്ല, ഹീറ്ററാണ്. എങ്കിൽ പോലും ഇതിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ നടന്നിങ്ങനെ പോകണ്ടേ. നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റോപ്പൊക്കെ ഉള്ളത്. അധികമൊന്നുമില്ല, എന്നാലും ഈ തണുപ്പത്ത് പോണ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വടിയാണ്. ഈ ഒരു ടൈമിലൊക്കെ പുറത്ത് ഇങ്ങനെ വെളിച്ചം വരാനായിട്ട് കുറേ സമയം എടുക്കട്ടെ. ഇത് കണ്ടില്ലേ, 7 മണി കഴിഞ്ഞിട്ടും ആകെ ഒരു ഇരുട്ടാണ്. ഇനിയിപ്പോൾ പാത്തൂന് വിടാനുള്ളൊരു സമയമായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇതേ ഇങ്ങനെ ബനാന നെയ്യിലിങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കണത്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ശീലമുണ്ട്, ഇങ്ങനെ ചൂടുവെള്ളത്തിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുടിക്കും. എപ്പോഴൊന്നുമില്ല, ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര മടിയായിരിക്കും. അതൊക്കെ ഓരോ തോന്നണ പോലെയൊക്കെയാണ് അങ്ങനെയൊക്കെ കഴിക്കണത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വേറൊരു കാഴ്ചയും കൂടി കാണിച്ചു തരാം. ഈ കാണാണ്ടില്ല അറ്റത്ത്, ഇതിപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലാണ് ആ ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ കാണുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു മതിൽ പോലെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് കാണുന്നൊക്കെ വീടുകളാണ്ടോ. അതൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നാണ് നമുക്ക് ഈ ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്നൊക്കെ കാണാം അവിടെ ഇങ്ങനെ വീട് പണിയണതൊക്കെ. നിങ്ങൾക്കറിയാലോ അല്ലേ, ഇവിടുത്തെ വീടുകളൊക്കെ മിക്കതും ഇങ്ങനെ മരങ്ങൾ കൊണ്ടൊക്കെയാണ് പണിയണത്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ കണ്ടില്ലേ ചെറിയൊരു കുളം പോലെ. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ ഇപ്പോൾ മഴ വേണോണ്ടേ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു കുളത്തിൽ വന്ന് ഇങ്ങനെ വീഴും കേട്ടോ. അതാണ് ഇപ്പോൾ ആ കണ്ടത്. അങ്ങനെ പാത്തുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇതേ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത്ര വലിയ കോസ്റ്റ്യൂമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ചെറിയൊരു ഡ്രസ്സ് അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ കഴിവുകളൊക്കെ ഞാൻ അവളുടെ മുഖത്ത് പ്രകടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ അവൾ അതിന് സമ്മതിച്ചൊന്നുമില്ല. അധികം അങ്ങനെ മേക്കപ്പ് അങ്ങനെയുള്ളതൊന്നും ചെയ്തൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അവളെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കണത് ജസ്റ്റ് വീഡിയോ എടുക്കണ്ടേ. കാരണം വെച്ചാൽ ഇന്ന് പിള്ളേരെല്ലാവരും ഓരോരോ കോസ്റ്റ്യൂമുകളൊക്കെ ഇട്ടിട്ട് വരും. അപ്പോൾ നിങ്ങളെയും കൂടി അതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചായിരുന്നേ. കഴിഞ്ഞ തവണത്തെ വീഡിയോകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ അതേ 2 ബസ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളേലും മുതിർന്ന പിള്ളേരെ ബസ്സുകളൊക്കെയാണ് പോണത്. അപ്പോൾ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ക്ലാസ് വൈസ് അനുസരിച്ചാണ് ബസ്സുകൾ വരുന്നത്. ആദ്യം ഇപ്പോൾ റാസിൻ്റെ 7 മണിക്ക് വരും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷനിലുള്ള പിള്ളേർ, അത് കഴിഞ്ഞാണ് പിന്നെ അതേ പാത്തുവിൻ്റെ സെക്ഷനിലുള്ള പിള്ളേരുടെ ബസ്സുകളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ പിള്ളേരൊക്കെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സ്റ്റോപ്പ്. അപ്പോൾ എല്ലാ പിള്ളേരും ഇവിടെ ഒത്തുകൂടും, അങ്ങനെയാണ്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ഓരോരോ കുട്ടികൾ ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണത്. കണ്ടില്ല ഒരു കൊച്ചു ഓടി വന്നത്. അങ്ങനത്തെ ഒരുപാട് കോസ്റ്റ്യൂമുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല. എന്തായാലും നല്ല രസമാണ് പിള്ളേരെ ഓരോരോ മേക്കപ്പും ആ ഒരു ഡ്രസ്സിങ്ങും ഒക്കെ കാണാനായിട്ട്. അപ്പോൾ എല്ലാ പേരൻസും കൂടി വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, ഒരുമിച്ചും ഒറ്റക്കൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ കൂടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കാരണം നമുക്കൊക്കെ ഇത് ഭയങ്കര കാണുമ്പോൾ ഒരു അതിശയമാണല്ലോ. പിന്നെ മാത്രമല്ല ഈ സമയത്ത് എന്തൊരു തണുപ്പാണെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 7 ഡിഗ്രി ആണ് ഇപ്പോഴും, അങ്ങോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ വെളിച്ചമുണ്ടെങ്കിലേ അങ്ങോട്ട് നല്ല തണുപ്പുണ്ടാവുകൊണ്ട് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, ഫുള്ള് മേക്കപ്പ് ചെയ്ത്. ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ് കേട്ടോ, എല്ലാവരും നല്ല കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ ഇട്ടിട്ടൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും അങ്ങനെ വലിയ കഴിവുകളൊന്നും പ്രകടിപ്പിക്കാത്തത്.
അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതേ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. അവളും ഇങ്ങനെ മുഖത്തിങ്ങനെ ഓരോ ഡിസൈനൊക്കെ വരച്ചിട്ട് ഇങ്ങനെ നിൽക്കേണ്ട. അതിനാണെങ്കിൽ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് നാണായിട്ട് വയ്യ. ഒരുപാട് കുട്ടികളുടെ മുഖങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് ചോര പോലെയൊക്കെ വരുത്തി പേടിയാവണ രീതിയിലൊക്കെയാണ് ഓരോ കുട്ടികളും ഓരോ കോസ്റ്റ്യൂമുകളൊക്കെ ചെയ്തേക്കണത്. ഇവിടെ ഈ ഒരു ടൈമിൽ ഒരുപാട് ഇങ്ങനെ പരേഡുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ ന്യൂജേഴ്സിയിലെ ഏറ്റവും വലിയൊരു പരേഡ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ വർഷത്തേൽ ഇട്ടിട്ടുണ്ട്. കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. പക്ഷേ എങ്കിൽ ഇത്തവണ ഞങ്ങൾക്ക് അതിനൊന്നും പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ സമയം വൈകിപ്പോയി എന്ന് തന്നെ പറയാം. നമുക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടൈമിങ്. അപ്പോൾ ഇവിടെ ഒരുപാട് പരേഡുകളുണ്ട്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പരേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല രസമാണ് അത് കാണാനായിട്ട്. കഴിഞ്ഞ തവണത്തെ ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാട്ടെ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിലൊരുപാട് ആൾക്കാർ ഇങ്ങനെ കോസ്റ്റ്യൂമുകൾ, അത് കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവരും ഒക്കെ ഫാമിലി ആയിട്ടും സ്കൂളുകളിൽ നിന്നും ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും അങ്ങനെ വന്ന് ഇങ്ങനെ വലിയ ഒരു പരേഡായിരുന്നു. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും അതൊരു മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ സ്കൂൾ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേർ ഓരോരുത്തരായിട്ട് ലൈനായിട്ടാണ് കേട്ടോ ബസ്സിലേക്ക് കയറണത്. അപ്പോൾ പിള്ളേർക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോ സീറ്റിൽ ഓരോ പേരൊക്കെ എഴുതിയേക്കണോണ്ട് തന്നെ അവരവർക്ക് അവരവരുടെ സീറ്റൊക്കെ അറിയാം. എല്ലാ ദിവസവും അതേ സീറ്റിൽ തന്നെയാണ് ഇരിക്കണതും ഒക്കെ. അപ്പോൾ പാത്തൂനെ അവിടുത്തെ രണ്ടാമത്തെ ബസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ജസ്റ്റ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ വന്ന സമയത്ത് വലിയ കുട്ടികളുടെ 2 ബസ് പോയിട്ടുണ്ടായിരുന്നില്ലേ, അതിലും ഉണ്ടായിരുന്നിട്ട് ഇങ്ങനത്തെ കുട്ടികൾ. പക്ഷെ വന്നപ്പോൾ ഇത്തിരി വൈകിപ്പോയി, അല്ലെങ്കിൽ ആ ബസ്സിലെ കുട്ടികളുടെയും കൂടി വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു. അങ്ങനെ ഇതേ പിള്ളേരുടെ സ്കൂൾ ബസ് അങ്ങനെ പോകാനുള്ള ടൈമായിട്ടുണ്ട്. എല്ലാ പേരൻസും അങ്ങനെ ടാറ്റേ വഴിയൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോയിട്ടോ. അപ്പോൾ ഇവിടെ സ്കൂളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷം ഉണ്ടാ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് പിള്ളേർ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല ഇവരുടെ പ്രധാന ഒരു ഇതെന്ന് വെച്ചാൽ പംകിനാണ്. അപ്പോൾ പംകിൻ വെച്ചിട്ട് ഇവർക്ക് കുറേ പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ. അതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇന്നും അല്ല കേട്ടോ, അതൊക്കെ വേറൊരു ദിവസത്തിലാണ് അതൊക്കെ അവർ പറഞ്ഞേക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോണത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് കേട്ടോ. ഞാനത് ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബാക്ക് സൈഡിലുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണത് അപ്പുറത്തെ സെക്ഷനിലാണ്. അപ്പോൾ നോക്കിക്കേ, എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും ഉണ്ട് പംകിൻ ഇങ്ങനെ വച്ചേക്കണതും. പിന്നെ പല പല രൂപങ്ങളൊക്കെ നമുക്ക് ഇവിടെ അപ്പാർട്ട്മെൻറ്റിലും കാണാൻ സാധിക്കും കേട്ടോ. രാത്രി ആകുമ്പോഴാണ് രസം. ഫുള്ള് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് പേടിയാവണ പോലെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മൾ കയറുന്നത്. ആ നേരെ കാണുന്ന ഡോറ് കണ്ടില്ലേ, അതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. അതായത് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഭാഗമാണ് ആ കാണുന്നത്. നമുക്കിനി ഉച്ചക്കത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ലഞ്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വറുത്തരച്ച മീൻകറിയാണ് കേട്ടോ ഞാൻ റെഡിയാക്കണത്. അതും ആവൂലിയാണ്. ഹസ്ബൻഡാണെങ്കിൽ അത്യാവശ്യമായിട്ട് ഓഫീസിലും പോയതുകൊണ്ട് ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പോൾ പിള്ളേരെന്തായാലും സ്കൂളിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും വരുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരിക്കും ലഞ്ചൊക്കെ കഴിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ മീൻകറിയും കാര്യങ്ങളും ഉണ്ടാക്കണ ഇതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ആവൂലി മീൻ. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഞാനൊന്നേ മുട്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കറികൾ. പിന്നെ കുറച്ച് കറികളൊക്കെ വേറെയും ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. പാത്തു ആണെങ്കിൽ കുറേ ഐറ്റംസ് സ്കൂളിൽ നിന്ന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ, ഹലോവിൻ ദിവസങ്ങളിലൊക്കെ ഇവർക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടും. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് നിരത്തിക്കൊണ്ടിരിക്കണതാണ് ഈ കാണുന്നത്. കഴിഞ്ഞ വർഷവും കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ ഐറ്റംസ്. പക്ഷേ റാസിന് അങ്ങനെ ഗിഫ്റ്റുകളൊന്നുമില്ല കേട്ടോ, കുറേ മിഠായികളൊക്കെ കിട്ടാറുണ്ട്. പാത്തു പിന്നെ ചെറിയ സ്കൂളായതുകൊണ്ട് അവർക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കണത് കണ്ടില്ലേ. ഒരു പെൻസിൽ കുറേ ഉണ്ട് കേട്ടോ, ഇങ്ങനെ 3-4 ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. പിന്നെ കുറേ കിറ്റുകളിലായിട്ടാണ് ഇങ്ങനെ കിട്ടിയേക്കണത്. കൂടുതലും ഇങ്ങനെ ഹലോവിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റിക്കറുകൾ, റബ്ബറുകൾ, പെൻസിലുകൾ, ബുക്കുകൾ, അതൊക്കെയാണ് കേട്ടോ, കാർഡുകൾ, അങ്ങനത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ.
ഫുള്ളും ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ള ഐറ്റംസുകളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതേ ഒരു കിറ്റിയിൽ കിട്ടിയേക്കണണ്ട ഇതുമാതിരത്തെ എന്തോ ഒരു ക്ലേ പോലത്തെ ഒരു സാധനം, പിന്നെ ഒരു മോതിരം, പിന്നെ എന്തൊക്കെയോ കുറേ ഐറ്റംസുകൾ ഇട്ടാ. എനിക്ക് എല്ലാത്തിനും പേരറിയില്ല, പക്ഷെ എല്ലാത്തിനും രൂപങ്ങൾ കാണാനായിട്ട് എന്തോ മാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും പാത്തു ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറേ മിഠായികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റാസിനും കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ മിഠായികളൊക്കെ. പിന്നെ ഇപ്പം നമുക്ക് ലഞ്ച് കഴിക്കാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ചൊഴിച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് പരിപ്പും മുളക് കുത്തി കാച്ചിയതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ച് വിശേഷങ്ങളും ഹലോവിൻ വിശേഷങ്ങളും. പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും പാത്തു ഫുള്ള് മേക്കപ്പൊക്കെ ചെയ്തിരിപ്പാണ്ട്. അപ്പോൾ സ്കൂളിൽ ഓരോ കുട്ടികളും ഓരോരോ രൂപത്തിലൊക്കെ ആയിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ സ്വയം വരച്ചിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഹലോവിൻ ദിവസത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്.